കിരൺ ചേട്ടനല്ലേ അഭിലാഷ് പറഞ്ഞ ചേട്ടൻ എന്താ സംഭവം? അവൻ കുറച്ച് എന്തൊക്കെയോ പറഞ്ഞ് സംഭവം എനിക്ക് അത്ര ക്ലിയർ ആയില്ല. ഞാൻ പറയാം. ഈ മാസം 18-ാം തീയതി നിങ്ങൾക്ക് തവണക്കടയിൽ ഒരു പരിപാടി ഇല്ലേ? ആ കല്യാണം ഒന്ന് മുടക്കണം. പിന്നെ ചേട്ടൻ്റെ പിന്നെന്തിനു ചേട്ടാ കല്യാണ ദിവസം വരെ നോക്കണേ? നേരത്തെ വിളിച്ചോണ്ടാ നമ്മൾ കൂടെ നിൽക്കാം. അവളങ്ങനെ ഇറങ്ങി വരില്ല. പിന്നെ കല്യാണം കഴിക്കാൻ പറ്റിയൊരു സിറ്റുവേഷനിൽ എനിക്കിപ്പോൾ വിട്ടുകൊടുക്കാൻ വയ്യടോ. ചേട്ടൻ പേടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അഭിലാഷ് നമുക്ക് ഉപയോഗമുള്ള ആളാണ്, അതുകൊണ്ടാണ് ഈ റിസ്ക് എടുക്കണത്. കൂടെ നിൽക്കാം, അത്രേ പറ്റുള്ളൂ കേട്ടാ. അത് മതിയോ? ആ ഹലോ അഞ്ജു, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക. നീ ധൈര്യമായിട്ടിരുന്നു. ഞാനിപ്പോൾ ഒരു കാര്യം പറയാം, നീ അതുപോലെ തന്നെ ചെയ്യണം. പറ്റുമെങ്കിൽ ഒന്ന് സെൻറ്റ് അടിച്ചോ. അഞ്ജു ചേച്ചി അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആ പയ്യനില്ലേ, അവനെ വീട്ടുകാർ ഗൾഫിലേക്ക് അങ്ങോട്ടുണ്ട് പറഞ്ഞു വിട്ട്. സമാധാനമായി. എടാ, അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ ചോദിച്ചാൽ ഞാൻ ടീനിനെ കെട്ടാൻ പോണ ആളെന്ന് പറഞ്ഞത്. ഓക്കെ, കല്യാണ വീട്ടിൽ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. എടിയാ പുരുഷനങ്ങളില്ലേ, അങ്ങനെ ഇവിടുന്ന് ഫേസ്ബുക്കിൽ ലൈവ് പോകുന്നുണ്ട്. നീ അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അഞ്ചിനടുത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈൽ കിട്ടും. ചേട്ടായി ടച്ചിങ് സെന്റർ ബേഗ് വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കണം. അത് വെറും ചിക്കനല്ല, ചിക്കനോട് SB ടാബ്ലറ്റും കുറച്ച് മസാലയും കൂടി ചേർത്തിട്ടുള്ള ഐറ്റം. പണി കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ പണി കൊടുക്കാം. നാളെ നിലം തൊടാതെ ഓടിക്കോട്ടെ എല്ലാം കൂടി. എടാ റജി എടുത്തൊന്ന് ചോദിക്കടാ, എനിക്കല്ലെന്ന് പറയണം. നിനക്കാണെന്ന് വെച്ചാൽ നടക്കും. തലയ്ക്ക് വെളിവും കാലിന് ഉറപ്പില്ലാതാന്ന് അവരടിക്കണം. അതുപോലുള്ള ആൾക്കാർ കമ്പനി കിട്ടണം. കാലിനുറപ്പില്ല, ഇനി തലയ്ക്ക് വെളിവും കൂടെ പോണം. ഇതാ പൊടി തന്നെയാണോ? കുറച്ചുകൂടെ കൂടിയത്. അത് കുറച്ച് ബാക്കിയുണ്ട്. ഫിൽട്ടറിയാ വേണമെങ്കിൽ 5 മാമന് കൊടുക്കാം. ഇത് 2 പേക്കുള്ളൂല്ലോ. കക്കൂസി പോവാൻ 2 സിഗരറ്റ്. നാളെ രാവിലത്തേക്ക് 2 കഞ്ചാവ് വറുത്ത് സിഗരറ്റ് ഒപ്പിക്കണം. അത് ഞാൻ ഇടയ്ക്ക് തരാം, എന്നെ വിശ്വസിക്കാം. കേണല്ല ചുമ്മാ നാളെ പന്തലങ്ങ് പറപ്പിച്ചോടാം. അഞ്ജു, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് പറ്റാത്തോണ്ടാ. ബി പോസിറ്റീവ്. ഒന്ന് ചിരിച്ച് സന്തോഷമൊക്കെ ആയിട്ടിരിക്കെ. ചേട്ടാ, അഞ്ച് റൂമിലുണ്ട് കേട്ടോ. അവൾ പുറത്ത് ബാത്റൂമിൽ പോയിരിക്കായിരുന്നു. അവിടെ മുറിയിലുണ്ടല്ലോ ബാത്റൂം. അത് പിള്ളേരൊരു കംപ്ലൈന്റ് ആയിരിക്കും. ഹലോ, സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം? ആരെങ്കിലും വിളിക്കണ്ടേ? സദ്യ പരിപാടി കിട്ടാനായിട്ടൊരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു കലാകാരൻ പറഞ്ഞതാ. എന്താ ഐഡിയ? അതായത് നാളെ സദ്യ ഗണപതിക്ക് വെക്കണതിന് മുമ്പ് ഒരു ഗ്ലാസ് പായസം കല്യാണം നടത്തുന്ന ആള്, അതായത് കാർന്നൂര്, അയാളെ കൊണ്ട് കുടിപ്പിച്ചാൽ മതി. പിറ്റേ ആഴ്ച കല്യാണ പരിപാടി കിട്ടിയിരിക്കും, ഉറപ്പാ. ഓ ശരി. ഇവിടുത്തെ കല്യാണം നടന്ന മറ്റേ ജയൻചേട്ടൻ ഉണ്ടകണ്ണായിട്ടില്ലേ? അതെ, ഞാൻ 1-2 ക്ലാസ് കുടിപ്പിക്കാം. അതെ, പുള്ളി കൊണ്ട് വരണ്ടെന്നോ. സലേ, നാളെ കുറച്ച് നേരത്തെ എണീക്കണം. ഒരുപാട് പണിയുള്ളതാണ്. കല്യാണത്തിനാണ് 100 വിരുന്നുകാരെ വിളിച്ചിട്ടുണ്ട്. ടൂറാണ് ഒരു കക്കൂസും. പിന്നെ 100 കക്കൂസ് ഉണ്ടാക്കിയിടാൻ പറ്റൂ. ദുബായിലെ ഒരാൾക്ക് 3. സകലവാ 2 പാട്ട് കഴിഞ്ഞ് ഇനി ഇറങ്ങി വാതിൽ പിടിച്ച് വലിക്കോട്ടാ. അഞ്ചാവനല്ലേ, മാറിയിട്ടൊന്നുമല്ലോ. ഓക്കെയാണ്. വാ, ഒരു സെറ്റ് ഇതോ തരാവേ.
നന്ദി വേണം, നന്ദി. കറക്റ്റ് സമയമല്ലേ? സാർ പ്ലീസ് സാർ. സാർ അവൻ ചില്ലറക്കാരൻ എപ്പോഴും തെറിക്കലാണ്. മകനായിട്ട് എന്നെ അച്ഛൻ്റെ കിളി പറപ്പിക്കും. പാറക്കട്ര. ഈ സാരി എവിടെ നിന്ന് മേടിച്ചേ? പൂവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചേച്ചി, അത് മേടിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. അതെ ചേച്ചി, കൊറേ നേരമായില്ലേ, ഞങ്ങൾ നിർത്തട്ടെ. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, തീർത്തിട്ട് വിടാം. ഒന്ന് പോയടേക്കാം. ചേച്ചി ഇത് ചേട്ടനും പറയുന്നുണ്ടാവും കേട്ടോ. ചേച്ചി എന്തിനാണ് പ്ലീസ്, ഞാൻ ഇതൊന്നും ചെയ്തോട്ടെ, എന്നെ കോൺസെൻട്രേഷൻ കളയല്ലേ. ഇനി ആർക്കെങ്കിലും തെക്കാനുണ്ടോ? തെക്കാൻ എടുത്തിട്ട് വാ. എന്റെ പൊന്നു മോളെ, ഈ വക സാധനങ്ങളൊക്കെ എടുക്കുമ്പോ എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ പൂ മേടിച്ചപ്പോ കുറച്ച് കൂടുതൽ മേടിക്കായിരുന്നല്ലേ? എല്ലാരും എടുത്തപ്പോഴേക്കും എനിക്കില്ല. ഇതെന്താ കുളിക്കുന്നൊന്നുമില്ലേ? എടി അവിടുത്തെ ബാത്റൂമിന്റെ വാലൊക്കെ പൊളിഞ്ഞു കിടക്കുവോ? എനിക്കൊന്ന് വാക്കുസി പോണം. ആരെങ്കിലും ഉണ്ടോ നോക്ക്. വേറെ നിറച്ചുണ്ട്. സജിതേച്ചെന്ന് തോന്നണേ. ഇറങ്ങട്ടെ, കുറെ പേര് കേറിയതാ, കുഴപ്പമില്ലല്ലോ. ചേച്ചി പൂ വന്നോ? ഹലോ കിരൺ, ചേച്ചി കത്രിക എടുത്തു. കേട്ടില്ല? തൊടല്ലേ, അവര് സെറ്റ് ചെയ്തു. ആ ഓക്കെ ഓക്കേടാ. എനിക്ക് പോവില്ല ചേച്ചി. എന്ത് പറ്റിയടാ? എന്ത് പരിപാടിയാണ് ഏട്ടാ കാണിക്കണേ? എന്താടാ? ആ ബ്യൂട്ടീഷ്യൻ പെണ്ണുമ്പിള്ള മേക്കപ്പിന്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കണില്ല. അവസാനം സാധനം കിട്ടുമ്പോൾ കണക്കണാന്ന് പറഞ്ഞ് പൈസ ഒന്നും കുറച്ച് ഞാൻ തരില്ല കേട്ടോ. എടാ മര്യാദക്ക് കിട്ടുന്ന എന്താന്ന് വെച്ചെടുത്തു, അല്ലെങ്കിൽ കുന്തം കുടച്ചക്കുറോ എല്ലാം കൂടെ എടുത്ത് ഞാൻ തൂട്ടിക്കളയും. ജയൻ ചേട്ടാ, ചേട്ടന് ഇതെവിടെ റെഡിയായില്ലേ? അവിടെ ശാന്തിക്കാരൻ അന്വേഷിക്കണം, എന്തോ അത്യാവശ്യമാണെന്ന്. ചേട്ടാ കെട്ടറൊക്കെ പൊട്ടുവോ? പിന്നെ പൊട്ടിയല്ലേടാ. ആ പൊട്ടിയാ കൊള്ളാം. ഇതെന്നാ ഇയാളെ വയറ്റിൽ നിന്ന് പുകയാണോ വന്നത്? യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആളല്ലേ, കുറച്ച് വെടിയുമ്പോഴൊക്കെ ഉണ്ടാവും. നിലമ്പൂർ കോവിലത്തെയാന്ന വിചാരം. ഇന്നലെ പായസം ഉണ്ടാക്കിയപ്പോ ഒരു തേങ്ങോഴിയാൻ പറഞ്ഞ് വിളിക്കായിരുന്ന. എന്റെ കഞ്ഞിയിൽ ഞാൻ തന്നെ എന്തിനാ വെറുതെ മണ്ണ് വാരിട്ടുണ്ട്, അതുകൊണ്ട് വിളിക്കാഞ്ഞതാ. ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചോ? ഞാൻ മാറ്റിത്തരാം. കേണലിന്റെ കിളി പോയി തുടങ്ങിട്ടാ. ഒന്ന് ഇറങ്ങണം സുഗത. തോക്കിന് ഒരു മാറ്റവും ഇല്ല. രമേശ ഒന്നു സഹായിക്കടാ. സെറ്റാണ് ശാന്തി.
ശാന്തി അന്വേഷിച്ചിരുന്നു. പറഞ്ഞ സാധനങ്ങളൊക്കെ കുറവാണല്ലോ, ചില സാധനങ്ങൾ ഇല്ല. 5 ആപ്പിൾ പറഞ്ഞിട്ട് ഇപ്പൊ 1 ആപ്പിളേ ഉള്ളൂ. ഇതുകൊണ്ട് ഞാൻ എന്നെ ഉണ്ടാക്കാൻ ഉള്ളത് വെച്ചങ്ങ് ഉണ്ടാക്കിയാൽ മതി. എനിക്ക് തന്നെ. പിന്നെ ഈ ക്യാമറ എടുക്കാനെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വരാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല കേട്ടാ. നിങ്ങൾ തന്നെ പറഞ്ഞോണം. അവസാനം ശാന്തി അത് പറഞ്ഞു ഇത് പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വന്നേക്കരുത്. അങ്ങനെ എന്തെങ്കിലും വന്നാൽ എന്റെ സ്വഭാവം മാറും. തേച്ച് വെച്ചതാണല്ലോ. ഇതാരുടെ കോണാണ്? എന്റെ ഷഡ്ഡി ഇവിടെ പോയി. ലില്ലി പൂക്കളുള്ള വെള്ള ഫോറിൻ ഷഡ്ഡിയാ. എമിറേറ്റ്സ് മാളിൽ നിന്ന് മേടിച്ചതാ. ഈശ്വര, ഷഡ്ഡി പോലെ അടിച്ചു വരുന്ന കൺട്രീസ്. ഇതെന്റെ പാർട്ടി ഇടും. ഇതിന് മതി ഇടാൻ പോകുന്ന. സൂക്ഷിക്കണമല്ലോ എല്ലാം. ഒന്നുമില്ല. ഒരു മിനിറ്റ്. ഞാനിങ്ങോട്ട് വരാൻ റെഡിയാവുമായിരുന്നു. ആണോ? സോളമൻ സാർ എന്തേ? ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി. ഞാനിപ്പോ ഒറ്റയ്ക്കാ. അത് നന്നായി. ഈ ബാത്റൂമൊക്കെ ഇവിടെ എവിടെയാ? ബെഡ്റൂമിലാണ് ബാത്റൂം. ബെഡ്റൂം അതിനെന്താ, അതോട്ട് വരൂ, വാ. അങ്ങോട്ടേക്കാ. ഇന്നെന്താ ഡ്യൂട്ടി ഇല്ലേ? ഇന്നലെ നിന്റെ അപ്പന് സീരിയസ് ആന്ന് പറഞ്ഞിട്ട് എസ് ഐ ലീവ് തന്നില്ല. ഇന്ന് നിന്റെ അപ്പനെ കൂടെ കൊന്നു. ആരെയത്? അതെ, അയ്യോ എനിക്കറിയില്ല. ചിലപ്പോൾ കള്ളപ്പണി കാണിക്കും. എനിക്കറിയില്ല. സത്യോട്ട് ഞാൻ ചവിട്ടി പൊളിക്കൂട്ടാ. ചേട്ടാ, എവിടുത്താണോ തോന്നണത്? കണ്ടുപോരുത് ഇവിടെ കേട്ടോ. പറമ്പിൽ നീട്ടിയാണ്.